വിദ്യാരംഭ ചടങ്ങുകൾക്കായുള്ള തയ്യാറെടുപ്പുകളുമായി കോട്ടയം ജില്ലയിലെ ക്ഷേത്രങ്ങൾ. മഹാനവമി നാളിൽ ദേവീക്ഷേത്രങ്ങളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ മഹാനവമി നാളിൽ നൂറുകണക്കിന് ഭക്തരാണ് തൊഴാനായി എത്തിയത്. ദേവിയുടെ 108 ശക്തിപീഠങ്ങളിൽ വിശേഷ പ്രാധാന്യം അർഹിക്കുന്നതാണ് ദക്ഷിണ മൂകാംബി പനച്ചിക്കാട് മഹാവിഷ്ണു മഹാസരസ്വതി ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണെങ്കിലും മൂകാംബിക സാന്നിധ്യമുള്ള മഹാസരസ്വതി ക്ഷേത്രമായാണ് ഇത് അറിയപ്പെടുന്നത്. സരസ്വതി പൂജയ്ക്ക് പ്രശസ്തമാണ് ഇവിടം. ആദിപരാശക്തിയുടെ 3 പ്രധാന രൂപങ്ങളിൽ വിദ്യയുടെ ദേവതയായി കാണുന്നത് മഹാസരസ്വതിയെ തന്നെ. സൃഷ്ടാവായ ബ്രഹ്മാവിന് സൃഷ്ടി നടത്തുവാൻ അറിവ് നൽകുന്നത് മൂലപ്രകൃതിയായ സരസ്വതി ദേവിയാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം. ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ഒരു കുഴിയുടെ ഉള്ളിൽ വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷ്ഠ കാണാൻ കഴിയില്ല. കാട്ടുവള്ളികൾ പടർന്ന് നിൽക്കുന്നതുകൊണ്ട് ഭഗവതി പ്രതിഷ്ഠ പൂർണ്ണമായും മറഞ്ഞിരിക്കുകയാണ്. മലമുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലിൽ നിന്നാണ് ഈ കുഴിയിലേക്ക് വെള്ളം ലഭിക്കുന്നത്. ഈ നീർച്ചാൽ കിഴക്കോട്ടൊഴുകി നദിയിൽ ലയിക്കുന്നു. പനച്ചിക്കാട്ടെ പ്രധാന ഉത്സവം നവരാത്രിയോടനുബന്ധിച്ചുള്ള മഹാസരസ്വതി പൂജയാണ്. അതിനാൽ നവരാത്രി നാളുകളിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാളെ പുലർച്ചെ 4 മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. സരസ്വതി നടയ്ക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് എഴുത്തിനിരുത്ത്. 40ഓളം ആചാര്യന്മാർ കുരുന്നുകളെ എഴുത്തിനിരുത്തും. ഒരുക്കങ്ങൾ പൂർണ്ണമായതായി ദേവസ്വം അസിസ്റ്റന്റ് മാനേജർ KV ശ്രീകുമാർ പറഞ്ഞു. നാളെ വിജയദശമി, ഏകദേശം നമ്മളൊരു 20,000 കുരുന്നുകളെയാണ് നമ്മൾ അക്ഷരം എഴുതിക്കാൻ പ്രതീക്ഷിക്കുന്നത്. 2 മണിയോടുകൂടി പൂജയെടുപ്പ് ചടങ്ങുകൾ ആരംഭിക്കും. 4 മണിയോടുകൂടി പൂജയെടുപ്പ് ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി 4 മണിക്ക് തന്നെ വിദ്യാരംഭം ചടങ്ങുകൾ ആരംഭിക്കും. ഏകദേശം 40ഓളം ആചാര്യന്മാർ നമ്മുടെ വിദ്യാമണ്ഡപത്തിൽ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന വിദ്യാമണ്ഡപത്തിൽ 40ഓളം ആചാര്യന്മാരുണ്ടാവും. എത്ര പേര് വന്നാലും എഴുതും. കാരണം മുൻകൂട്ടി രസീത് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എത്ര പേര് വന്നാലും എഴുതിച്ചു വിടും. രാവിലെ 4 മുതൽ ഉച്ചയ്ക്ക് കഴിഞ്ഞൊരു 2 മണി 3 മണി വരെ വിദ്യാരംഭ ചടങ്ങുകൾ ഉണ്ടായിരിക്കും. ഇന്ന് രാവിലെ ദക്ഷിണ മൂകാംബി സംഗീതോത്സവം നടന്നു. വോക്കൽ, വയലിൻ, മൃദംഗം, ഘടം, മുഖർശംഖ് തുടങ്ങിയ സംഗീത വിരുന്നിൽ 200-ലധികം കലാകാരന്മാർ പങ്കെടുത്തു. നവരാത്രി ദിവസങ്ങളിൽ തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിൽ നടന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.